യേശുവേ നന്ദി. ഹല്ലേലൂയ. നന്ദി പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ നടത്തി ഓർത്ത് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തിനായി. ഓ ആമേൻ. ഒന്നൂടെ നന്ദി നന്ദി നാഥാ അളവില്ലാ സ്നേഹത്തിനായി നന്ദി നന്ദി നാഥാ അളവില്ലാ സ്നേഹത്തിനായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ആത്മാവിന്റെ കണ്ണുകൊണ്ട് കാണുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുകയും ചെയ്യുന്നത് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ചിന്തയിൽ ഇങ്ങനെ കൊണ്ടുവരുവാനിടയായി. നീ ദൈവസന്നിധിയിൽ ആത്മാവിൽ ചിലതിനെ കണ്ടിട്ട് അതിനുവേണ്ടി പൊരുതുന്ന അല്ലെ വരുന്ന ദിവസങ്ങളായി തീരണമെന്ന് ആത്മാവ് എന്നോട് ആലോചന പറയുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലവും നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം നമ്മൾക്ക് ചെയ്യാൻ പോകുന്നത് ചിലതിനെ കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾക്ക് വേണ്ടി കർത്താവ് പലതും ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്യിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് ദുഷ്ടൻ നിനക്കെതിരെ പടവെട്ടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് എന്നോട് പറഞ്ഞതാ ഹല്ലേലൂയ സ്തോത്രം എതിരെ എഴുതിയ നിനക്ക് കടക്കുവാൻ പോകുന്ന ചില മേഖലകളിലേക്ക് നിന്നെ കടത്തിവിടുവാൻ കഴിയാതെ നിന്നെ അതിലേക്ക് കടത്തിവിടുകയില്ലെന്ന് പറഞ്ഞ ചില മേഖലകളെ ദുഷ്ടൻ ചില രേഖകൾ എഴുതി ബന്ധിച്ചു വച്ചിരിക്കുമ്പോൾ ആത്മാവിന്റെ പകൽക്കാലം പറയുക ആത്മാവിൽ നീ ഒന്ന് ഉണർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക ആത്മാവിൽ നീ ഉണർന്നു കഴിഞ്ഞാൽ ദുഷ്ടൻ എഴുതിയ ചില രേഖകളെ മാറ്റുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് നീ മൗനമായിരിക്കരുത്. നിന്റെ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവിനൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയണം കർത്താവേ എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. ദുഷ്ടൻ നിനക്കെഴുതിയ രേഖകൾ ഇന്ന് പകൽക്കാലം മാറ്റപ്പെടണം. മോർദെഖായി പ്രാർത്ഥിച്ചപ്പോൾ ഹാമാൻ തനിക്ക് എഴുതിയ രേഖകളെ കർത്താവ് മാറ്റിയെങ്കിൽ ഓ ഹല്ലേലൂയ സ്തോത്രം ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ നെബൂഖദ്നേസറിനെ കൊണ്ട് അത് നിർബന്ധിച്ചെഴുതിച്ച നിനക്കെതിരെ ചിലർ നിർബന്ധിച്ച ചില രേഖകൾ എഴുതുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുക നെബൂഖദ്നേസറിനെ കൊണ്ട് ഹല്ലേലൂയ നിർബന്ധിച്ച് എഴുതിച്ച ചില രേഖകളെ മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇവിടെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിന് നിന്റെ തലമുറകൾക്ക് വ്യക്തി ജീവിതങ്ങൾക്ക് സഭയ്ക്കെതിരെ ശത്രു എഴുതിയ ചില രേഖകളെ പൊളിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് ആത്മാവിൽ ആരാധിക്കട്ടെ. ആത്മാവിൽ അതിനെ കൈയടിക്കുന്നെങ്കിൽ നന്നായി അടിക്കണം, ആരാധിക്കുന്നെങ്കിൽ നന്നായി ആരാധിക്കണം. ഇന്ന് ചില രേഖകൾ നിനക്കെഴുതിയ എതിരെ ശത്രു എഴുതിയ ചില രേഖകൾ ഇന്ന് പകൽക്കാലം പൊളിയപ്പെടണം. അവന്റെ പദ്ധതികൾ ഇല്ലാതാവണം. അവന്റെ ആത്മാവിൽ ചില വിടുതൽ പ്രാപിച്ചു വേണം ഇന്ന് പകൽക്കാലം കടന്നു പോകുവാൻ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ ഒരു നിമിഷം മതി. ഒരു നിമിഷം കൊണ്ട് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്തെടുക്കാൻ പറ്റും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇയ്യോബിന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുവാനിടയായി. അവന്റെ ജീവിതത്തില് എല്ലാം നഷ്ടമാകുവാൻ ഒരു രാത്രി മതിയാ, ഒരു ദിവസം മതിയായിരുന്നു. ഒരു ദിവസം കൊണ്ട് അവന്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടമാകുവാൻ ഇടയായി. ഞാൻ അയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം ഇങ്ങനെ വായിച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് ആ അധ്യായത്തില് ഏതാണ്ട് 77 ക്വസ്റ്റ്യൻസ് ആണ് കർത്താവ് അവനോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരു ചോദ്യോത്തര പുസ്തകമാണ്. അവന്റെ ഭാര്യ അവനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ കൂട്ടുകാർ അവനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇതൊക്കെ കേട്ടിരുന്ന മുഷിച്ചിരുന്ന ഹല്ലേലൂയ ഇയ്യോബിനോട് കർത്താവ് അതിന്റെ 38
8-ാം അധ്യായം നമ്മൾ വായിച്ചു പോകുമ്പോൾ 77 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അധ്യായങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ക്വസ്റ്റ്യൻ ചോദിച്ച ഇയ്യോബിനോട് എല്ലാം നഷ്ടപ്പെട്ടവനാ. മക്കൾ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 7000 ആടുകൾ നഷ്ടപ്പെട്ടു, 3000 ഒട്ടകം നഷ്ടപ്പെട്ടു, 5000 പേർക്കാള കഴുത, ഇതൊക്കെ നഷ്ടപ്പെട്ട ഇയ്യോബിനോട് കർത്താവ് വന്നിട്ട് ചോദിക്കുക. 77 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇയ്യോബ് ഒന്നും പറയാതെ ഞാൻ ചോദിച്ചു, എന്നെ തന്നെ ഞാൻ അതിലോട്ട് എടുത്തിടുവാനിടയായി. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ, ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ, നമ്മളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, ജീവിതത്തിൽ ഒന്നും നമുക്ക് പലരും മുൻപോട്ട് ഒന്നും കാണുവാനില്ലാതിരിക്കുമ്പോൾ, കർത്താവേ ഇങ്ങനെ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിനക്ക് എങ്ങനെ തോന്നുന്നു എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്നൊക്കെ ഞാൻ നമ്മുടെ മാനുഷികമായ ചിന്തയിൽ നമ്മൾ പലപ്പോഴും കർത്താവിനോട് നമ്മൾ പിറുപിറുക്കും കർത്താവിനോട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കേട്ട ഇയ്യോബുണ്ടല്ലോ, ഇയ്യോബ് വായ പൊട്ടി മൗനമായി നിൽക്കുവാനിടയായി. ഹല്ലേലൂയ. വായ പൊട്ടി മൗനമായി നിന്ന ഇയ്യോബിനോട് അത് അടുത്ത ദിവസങ്ങളിൽ അതിന്റെ മുമ്പോട്ടുള്ള അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവന്റെ 7000 ആട് നഷ്ടപ്പെട്ടെങ്കിൽ 14,000 അതിനെ തിരികെ നൽകി. അത് മാത്രമല്ല 5000 അവന്റെ ഏർക്കാള നഷ്ടപ്പെട്ടെങ്കിൽ 14,000 തിരിച്ചു വരുന്നു. ഇന്ന് പകൽക്കാലമോ ദൈവസന്നിധി ദൈവിക ചിന്തകൾക്ക് അനുകൂലമായി നീ മുമ്പോട്ട് ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കാതെ നീ പോയാൽ നിനക്ക് വരുന്ന പ്രതികൂലത്തിൽ നിന്നുകൊണ്ട് കർത്താവിനോട്, കർത്താവേ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇന്ന് സംഭവിച്ചു എന്ന് നീ നോക്കാതെ മുമ്പോട്ട് പോയാൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ ചില അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ നീ അറിയാത്ത മേഖലകളിൽ. കഴിഞ്ഞ ദിവസം വചനം വായിച്ചപ്പോ എന്നെ ചിന്തിപ്പിച്ച ഒരു ചിതാണ്, മരുഭൂമിയിൽ നീരുറവയും വിജനമായ സ്ഥലത്ത് പാതകളും ഒരുക്കുന്നവനാ ദൈവം. ഞാൻ വിചാരിച്ചു കർത്താവേ മരുഭൂമിയിൽ നീരുറവ നമുക്ക് വായിച്ചു പോകുമ്പോൾ വളരെ എളുപ്പമാണ്. കാരണം പുല്ല് പോലും മുളയ്ക്കാത്തടുത്ത് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലവും ദൈവാത്മാവ് പറയുക, നിന്റെ ജീവിതത്തിൽ തരിശായി കിടക്കുന്ന ചില മേഖലകളിൽ പല മനുഷ്യരും പറയും ഇനി ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല, ഇനി നിന്റെ ജീവിതം ഇവിടെ അവസാനിച്ചുവെന്ന് പലപ്പോഴും പറയുമ്പോൾ നിനക്ക് വേണ്ടി മരുഭൂമിയിൽ നീരുറവ തുറക്കുന്നവനാ നിന്റെ ദൈവം. ഹല്ലേലൂയ. മരുഭൂമിയിൽ നീരുറവയും വിജനമായ സ്ഥലത്ത് ഞാൻ വിചാരിച്ചു കർത്താവേ വിജനമായ സ്ഥലത്ത് പാതകൾ ഒരുക്കുന്നത് ഇന്ന് പകൽക്കാലം ആരും കാണാത്തെടുത്ത നിനക്ക് വേണ്ടി ആത്മാവിൽ ജാഗരിക്കുന്ന നിനക്ക് വേണ്ടി, ആത്മാവിൽ ബലപ്പെടുന്ന നിനക്ക് വേണ്ടി, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ചില നീ അറിയാത്ത അഗോചരമായ ചില പദ്ധതികളെ ഒരുക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ദൈവമക്കളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ മൗനമായിരിക്കരുത്. ഇന്ന് പകൽക്കാലമോ നീ ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ നിന്ന് ചില വിടുതലുകൾ പ്രാപിച്ചു വേണം കടന്നു പോകുവാൻ. നീ വന്ന പോലെ ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. ഇവിടുന്ന് എന്തെങ്കിലും പ്രാപിച്ചു പോയാലേ അത് നിനക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധി ദിനത്തോറും പ്രാപിപ്പാനായി നീ കടന്നു വന്നു കഴിഞ്ഞാൽ ആത്മാവ് പറയാ, നിന്നെ നിറച്ച നിന്റെ താഴ അവസ്ഥകളെ മാറ്റി നിന്റെ വരണ്ട പ്രദേശങ്ങളിലൊക്കെ നീരുറവകളെ നടത്തി നിന്റെ നിർജ്ജന പ്രദേശത്ത് ഞാൻ അവിടെ വഴികളെ ഒരുക്കി. ഒരു മനുഷ്യന് ചിന്തിക്കാത്ത രീതിയിൽ നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവനാ ദൈവമെന്ന ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് ആലോചന വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഏലിയാവിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുകയാണ്. ഏലിയാവ് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പുള്ളിക്കാരനോട് ആൾക്കാരൊന്നുമില്ലായിരുന്നു. പുള്ളി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയത്. കർമ്മല്ലേ നമ്മൾ ആ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഹല്ലേലൂയ. 400 ബാലിന്റെ പ്രവാചകന്മാരും 450 അശേരിയുടെ പ്രവാചകന്മാരും ഏലിയാവ് ഒരുക്കിയ യാഗത്തിന് അത് ഇല്ലാതാക്കാൻ വേണ്ടി, അതിന്റെ തീ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഹല്ലേലൂയ സ്തോത്രം യാഗപീഠത്തിന്മേലും വിറകിന്മേലും യാഗത്തൊട്ടിയിലും ഒക്കെ വെള്ളം കോരി ഒഴിച്ച് അതിനെ നിറയ്ക്കുവാനിടയായി. ഹല്ലേലൂയ. നീ വിചാരിക്കും ഞാൻ പ്രാർത്ഥിക്കാൻ ഒറ്റയ്ക്കേ ഉള്ളല്ലോ, എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലല്ലോ.
ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, എടാ അവരവരുടെ ജോലി ചെയ്തോട്ടെ, അവരവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ. അവരുടെ ഡ്യൂട്ടി അതാണ്, നിന്റെ ആരാധന വെളിപ്പെടരുതെന്ന്. എങ്കിലും അതിന്റെ മധ്യത്തിലും പ്രാർത്ഥിക്കാൻ ഒരുത്തൻ തയ്യാറായാൽ ആകാശത്തെ കീറി മുറിച്ച നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ഒരു അഗ്നിയുണ്ട്. ഇന്ന് പകൽക്കാലം നീ ആത്മാവിൽ ആരാധിച്ചോ, നീ ഒറ്റയ്ക്കാണ് ഭാരപ്പെടേണ്ട, വീട്ടിൽ ഒറ്റയ്ക്കാണ് വിചാരിക്കേണ്ട. നിനക്ക് വേണ്ടി ആകാശ മേഘങ്ങളെ കീറി മുറിച്ച നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവിക സാന്നിധ്യം ദൈവമേ. ഹല്ലേലൂയ. ചില ആത്മാവിന്റെ പ്രവർത്തികൾ നടത്തുവാൻ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നിന്ന് വേറിട്ടിരുന്നു കഴിഞ്ഞാൽ നിനക്കെതിരെ പാഞ്ഞു വരുന്ന, നിനക്കെതിരെ കയറി വരുന്ന ചില ദുഷ്ടന്റെ പദ്ധതികളെ തകർത്തെടുത്തുകൊണ്ട് അതിന്മേൽ വിജയം കൊയ്യുവാൻ നീ 100 പേരെ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ പാസ്റ്റർ ഇരിക്കുന്നില്ല, എന്റെ വിശ്വാസി ഇരിക്കുന്നില്ല, എന്റെ വീട്ടുകാരിരിക്കുന്നില്ല എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ദൈവസന്നിധി നീ ഒന്ന് നിന്ന നിനക്ക് വേണ്ടി ആകാശ മേഘങ്ങളെ കീറി ഇറങ്ങി നിന്റെ യാഗത്തിന്റെ യാഗത്തൊട്ടിയെ വിറകിനെ തൊട്ടിയെ ഒറ്റം കത്തിച്ച് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ അതുകൊണ്ട് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ, അല്ല കീറി കുറിച്ച സ്വർഗത്തിൽ നിന്ന് ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇന്ന് പകൽക്കാലവും ആത്മാവ് ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി വന്നിട്ട് ദൈവമക്കളെ അതിനെ പ്രാപിച്ചിട്ട് വേണം, അത് ഏറ്റെടുത്തിട്ട് വേണം ഇന്ന് പകൽക്കാലം കടന്നു പോകുവാൻ. ഹന്ന എന്ന് പറയുന്ന ദാസിക്ക്, ഹല്ലേലൂയ സ്തോത്രം, ഹന്ന എന്ന് പറയുന്ന ദാസിക്ക് ദൈവം അവളുടെ ജീവിതത്തിൽ ഒരു അപമാനം കൊടുത്തു, ഒരു നിന്ന അവളുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ ഇടയായി. ദൈവത്തിന്റെ നിന്ന, ഞാൻ പറയുന്നത് അത് വായിച്ചു വരുമ്പോൾ ചിന്തിപ്പിച്ച്, ദൈവത്തിന്റെ നിന്ന അവളിൽ കൊടുക്കും. ദൈവത്തിന്റെ നിന്ന എന്താണെന്നറിയാവോ? ആരാധനയെ അലക്ഷ്യമാക്കുന്നു. യാഗപീഠത്തിൽ കൊണ്ടുവരുന്ന യാഗവസ്തു അത് എരിഞ്ഞു തീരുന്നതിന് കൊണ്ട് മുപ്പല്ലി കൊണ്ട് കുത്തി എടുത്തോണ്ട് പോകുന്നു. ആരാധനാലയത്തിന്റെ വാതിക്കൽ പാപം നടക്കുന്നു. ഇത് കണ്ട കർത്താവ് തന്റെ ദുഃഖം, തന്റെ വേദന, തന്റെ ആ സ്തോത്രം അലക്ഷ്യമാക്കുന്നതിനെ കണ്ടിട്ട് ആ വ്യത ചുമക്കുവാൻ വേണ്ടി ഹന്ന എന്ന് പറയുന്ന ഒരു സ്തോത്ര സഹോദരിക്ക് ആ വ്യത കൊടുക്കുവാനിടയായി. അവൾ ആ വ്യത ചുമന്നുകൊണ്ട് ആലയത്തിൽ വന്നിരുന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ദാസൻ ഹല്ലേലൂയ ദൈവിക പ്രവാചകൻ അവിടെ വന്നിട്ട്, ഏലി അവിടെ വന്നിട്ട് അവളെ കാണുമ്പോൾ വിചാരിക്കുന്നത് ഇവള് വീഞ്ഞു കുടിച്ച് മത്തയായിരിക്കുകയാണ്. അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ വിചാരിക്കുന്നത് ഇവള് വീഞ്ഞു കുടിച്ച് മത്തിയായിരിക്കുകയാണ് വിചാരിക്കുന്നത്. പലരും നിന്റെ പ്രാർത്ഥന കാണുമ്പോൾ, നിന്റെ പ്രവർത്തികൾ കാണുമ്പോൾ പലരും വിചാരിക്കും ഇതൊക്കെ അസ്വാഭാവികമാ, ഇത് നടക്കാൻ പറ്റാത്തതാ എന്നൊക്കെ പറഞ്ഞ് പലരും പല കമന്റുകളും അല്ലെങ്കിൽ നിന്നെ കുറിച്ച് പറയുവാനിടയാകും. ഞാൻ പ്രാർത്ഥനയെ കുറിച്ചാ പറയുന്നത്. പലരും പറയും ഇവളെ ചുമ്മാതായിരിക്കുന്നത്, നിന്നെ കുറിച്ച് പല അപവാദങ്ങളും പലതും പറയും. പക്ഷെ അതിന്റെ മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോണ്ടല്ലോ തന്നെ കുറിച്ച് വേണ്ടാത്ത ചിന്തിച്ച് പറഞ്ഞ തന്റെ സ്തോത്രം ഏലിയുടെ തലമുറയെ നോക്കി ദൂത് പറയുന്ന ഒരു ശമൂവേൽ ബാലനെ കർത്താവ് എഴുന്നേൽപ്പിച്ചെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ ചുമ്മാതെ ഇരുന്ന് പോകരുത്. നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചില ദൈവ പ്രവൃത്തികൾ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നടക്കുമെന്ന് ആത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ എന്റെ കുറുവാക്യത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒറ്റ ചെറിയൊരു ചിന്തയാണ്, 5 മിനിറ്റ് കൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാം പാസ്റ്റർ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു.
അതിൻ്റെ ആരെങ്കിലും ഇംഗ്ലീഷ് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇംഗ്ലീഷ് ബുക്ക് ചെയ്തുകൊണ്ടോ മക്കളെ? ഇല്ലല്ല. ആ. Now when they had escaped, they then found out that the island was called Malta. And the natives showed us unusual kindness. Praise Lord. Praise the Lord. എന്റെ വാക്യം അതാണ്. മോനങ്ങനെ വായിച്ച വാക്യം ഒന്ന് എടുത്തു വായിച്ചേ. Unusual kindness. അസാധാരണ ദയ സിസ്റ്ററെ. മലയാളത്തിൽ എന്ത് തർജ്ജമ നമ്മൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവർ ഒരു ദയയും കാണിച്ചില്ലെന്ന അതിന്റെ യഥാർത്ഥ ഇംഗ്ലീഷ് കൺവെർസേഷൻ. യഥാർത്ഥ കൺവെർസേഷൻ നമ്മൾ മലയാളം അതിൽ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലടിച്ചു നോക്കുമ്പോൾ ഒരു ദയയും അവർക്ക് അൺയൂഷ്വൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അൺയൂഷ്വൽ ഒരു ദയയും ആ ബർബരന്മാർ അതിലൂടെ കാണിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അതിങ്ങനെ എടുത്ത് നോക്കി. ഇതിലിങ്ങനെ എഴുതിയിരിക്കുന്നു. അൺയൂഷ്വൽ ഒരു ദയയും അവർ കാണിച്ചില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ അധ്യായക്കടലിൽ ഇങ്ങനെ 14 ദിവസം 14 സൂര്യനെയും ചന്ദ്രനെയും കാണാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട പടക് തകർന്ന് ഒരു വിധത്തിൽ കയറി വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവരവിടെ ഹല്ലേലൂയ സ്തോത്രം ബർബരന്മാർ, ഞാൻ ഇംഗ്ലീഷിലെ തർജ്ജമയിലാണ് പോണത്, അവരോട് ഒരു ദയയും അൺയൂഷ്വൽ കൈൻഡ്നസ് ഒരു ദയയും കാണിച്ചില്ല എന്ന് അവിടെ കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവർക്ക് വേണ്ടി മാത്രം ഹല്ലേലൂയ സ്തോത്രം അവർ കുറച്ച് ചെയ്ത കാര്യം. ഇവർ ബെല്ലോർത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയാം, എന്റെ ചിന്തയിൽ വന്നതാ സ്തോത്രം. അതിന്റെ ഒന്നര വാക്ക് മലയാളത്തിൽ നിന്ന് വായിച്ച സിസ്റ്റർ ഒന്നര വായിച്ച പോലെ. ഈ ബർബരന്മാർ എന്നുള്ള വേർഡിനെ കുറിച്ച് ഞാൻ നോക്കാൻ വേണ്ടിയാ ഇംഗ്ലീഷിൽ ഇങ്ങനെ നോക്കി ഓരോന്നിങ്ങനെ നോക്കിയപ്പോൾ ഈ വേർഡുകൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ അസാധാരണമായ അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് അൺകൈൻഡ്നെസ് പീപ്പിൾ, ആരോടും ദയ കാണിക്കാത്തവർ ഇവർ വന്നത് അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായി. ഞാൻ എന്റെ മാനസിക ചിന്തയെ പറയുക, ഒരു ബുദ്ധിമുട്ടായി തീർന്നു. അതെങ്കിലും അവർക്ക് വേണ്ടി അവർ ഹല്ലേലൂയ സ്തോത്രം തീ കത്തിച്ച ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ഹല്ലേലൂയ തീ കായുവാൻ വേണ്ടി ആ ചൂട് പിടിക്കുവാൻ വേണ്ടി അവർക്ക് അവസരം കൊടുത്തു. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഞാൻ എന്റെ ചിന്ത ഇതാണ്, നിന്നിലുള്ള ദൈവകൃപ കാണുമ്പോൾ അത് വ്യാപരിക്കുമ്പോൾ എന്റെ മുമ്പോട്ടുള്ള ചിന്തയിലേക്ക് അതിന്റെ സാരാംശം പറയുകയാണ്. നിന്നിലുള്ള ദൈവകൃപ വ്യാപരിക്കുമ്പോൾ നിന്നോട് ദുഷിക്കുന്നവർ, നിന്നോട് എതിർക്കുന്നവർ പലതും നിന്നോട് ചേരുവാനിടയാകും. പാസ്റ്റർ പറഞ്ഞു നിർത്തിയ നീ എങ്ങനെയായിത്തീരുന്ന നീ ഒരു ദൈവ പൈതലിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇവൻ ദൈവ പൈതലാണോ അല്ലയോ. ഹല്ലേലൂയ. പാസ്റ്ററിന്റെ എക്സാമ്പിൾ പറയുവാനിടയായി. ഞാൻ അതിൽ തന്നെ നിന്നിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരോട് ഹല്ലേലൂയ ഒരു ദയയും കാണിച്ചില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം അവർ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം വിറകെടുത്ത് കത്തിക്കുമ്പോൾ, വിറകെടുത്ത് തീയിലിടുമ്പോൾ ഒരു അണലി അവനെ കടിക്കുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. അതൊന്ന് വായിച്ചു സിസ്റ്റർ ഒന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. സ്തോത്രം. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യർ കൊലപാതകൻ സംശയമില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പല അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, ഞാനത് പറഞ്ഞു വരാനാണ് ഇങ്ങനെ വായിപ്പിച്ചത്. ഈ പല അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ നോക്കി ലോക മനുഷ്യർ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ പലപ്പോഴും ഹല്ലേലൂയ ഇവൻ ദൈവത്തെ ആരാധിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്നിട്ട് ഇവന്റെ ജീവിതത്തിൽ എന്തോ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ പല ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ പലപ്പോഴും പിറുപിറുത്ത് പറയും, പലരോടും സംസാരിക്കും. അവരുടെ മധ്യത്തിൽ ആ പാസ്റ്റർ പറഞ്ഞ പോലെ നീ ദൈവ പൈതലാണോ എന്നുള്ളത് നീ തിരിച്ചറിയിക്കേണ്ടതാ. ഹല്ലേലൂയ. അവനെ കുറിച്ച് പൗലോസിനെ ഈ അണലി കടിച്ചു തൂങ്ങിക്കെടുത്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവർ പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം ഇവൻ മരണയോഗ്യമായ എന്തോ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം നീതി ദേവി പോലും ഇവനെ വിടുവാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഇങ്ങനെ തള്ളുമ്പോൾ
ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവരിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ ചിന്തയാണ് അങ്ങനെ. നമ്മളെ കുറിച്ച് പലതും പറയും ഇങ്ങനെ. നമ്മൾ തീർന്നു, നമ്മൾ അവസാനിച്ചോ, ഇവൻ ഇപ്പോൾ ചാകും. അത് താഴോട്ട് വായിച്ച സിസ്റ്ററെ, താഴോട്ട് വായിക്കാൻ പറയണ്ട. ഇവനിപ്പോ വീർക്കും എന്ന് വായിച്ച സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ കൊലപാതകൻ, സംശയമില്ല. ആമേൻ. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ആമേൻ. ദോഷമൊന്നും പറ്റിയില്ല. ഓക്കേ. അവൻ വീർക്കുകയോ, പ്രൈസ് ദി ലോർഡ്. നീ വീർക്കുകയോ, നീ ചീർക്കുകയോ, നീ ഇവിടെ ചത്തു വീഴുകയോ ചെയ്യും. അവർക്ക് നിന്റെ വീഴ്ച കാണുവാൻ ശത്രു പലപ്പോഴും, ഹല്ലേലൂയ, സ്തോത്രം, കാത്തു നിൽക്കുന്നവനാ. നിന്റെ വീഴ്ച കാണുവാൻ, നിന്റെ ഉയർച്ചയല്ല, നിന്റെ വീഴ്ച കാണുവാൻ ശത്രു ഇങ്ങനെ കാത്തു നിൽക്കുന്നതാ. അതിന്റെ മുമ്പിലത്തെ വേട് നമ്മൾ വായിച്ചോ. പൗലോസ് ഒരു പ്രശ്നവും കൂടാതെ, ഹല്ലേലൂയ, അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നിനക്കെതിരെ ശത്രു കൊണ്ടുവരുന്ന വെല്ലുവിളികളെ നിസ്സാരമായി ദൈവാത്മാവിൽ, അത് ഞാൻ വിളിച്ചു പറയുക, ആത്മാവിൽ നീ പോരാടിയാൽ നിനക്കെതിരെ ശത്രു കൊണ്ടുവരുന്ന ചിലതിനെ നിസ്സാരമായി അതിനെ കുടഞ്ഞു കളയുവാനുള്ള ഒരു വലിയ ദൈവകൃപ കർത്താവ് നമ്മളിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് പലരും വിചാരിക്കും ഇവൻ ചത്തുപോകും, ഇപ്പോൾ ഇവൻ ചീർത്തു വീർക്കും എന്നൊക്കെ പറഞ്ഞ് പലരും നിന്നെ കുറിച്ച് കുറ്റം പറയുമ്പോൾ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, ഹല്ലേലൂയ, നിസ്സാരമായി ആത്മാവിൽ നിൽക്കുന്ന നീ നിസ്സാരമായി അതിനെ തീയിലേക്ക് കുടഞ്ഞിട്ടുകൊണ്ട് ചില അഭിഷേകത്തിന്റെ പ്രവൃത്തികളെ നീ തെളിയിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവമുള്ളവരും ദൈവമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ നീ മനസ്സിലാക്കി കൊടുക്കുവാൻ ഇടയാകും. അതിന്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ, ഞാൻ വായിക്കേണ്ട സിസ്റ്ററെ, മുമ്പോട്ട് വായിക്കുമ്പോൾ ആ കപ്പൽ, ആ ദ്വീപിലെ പ്രമാണിയായ പിപ്പിള്ളിയോസിന്റെ അല്ലെങ്കിൽ അപ്പൻ അധീനമായി കിടന്നപ്പോൾ പൗലോസിനെ അവിടെ കൊണ്ടുചെന്നു. ഹല്ലേലൂയ, ഇവിടെ നീ തീർന്നു പോകുമെന്ന്, നീ അവസാനിക്കുമെന്ന് പറഞ്ഞ ജനം. മനുഷ്യന്റെ വായ എങ്ങനെയാ? മനുഷ്യൻ കാണുന്നത് പറയും. ദൈവമോ, മനുഷ്യൻ നീ ആരെന്ന് നോക്കി നിന്നെ വിധി എഴുതുമ്പോൾ ദൈവം നിന്നെ ആരാക്കാം എന്ന് നോക്കി വിധി എഴുതുന്നവനാ. മനുഷ്യൻ നീ ആരെന്ന് നോക്കി നിന്നെ വിധി എഴുതും. അതിലെ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം പറയുക, നിന്നെ ഞാൻ ആരാക്കാമെന്നാ നോക്കുന്നതാ. അതുകൊണ്ട് മനുഷ്യന്റെ വായിക്ക് നീ ചെവി കൊടുക്കുവാൻ ഇടയാകരുത്. ഇന്ന് നല്ലതെന്ന് പറയും, നാളെ ചീത്ത എന്ന് പറയും. മനുഷ്യന്റെ വായല്ല, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാ ഇവിടെ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് അവൻ അതിനെ നിസ്സാരമായി അതിനെ കുടഞ്ഞു കളഞ്ഞപ്പോൾ ആ പറഞ്ഞ, നിനക്കെതിരെ പറഞ്ഞ മനുഷ്യർ, ഹല്ലേലൂയ, നിന്നിലുള്ള ദൈവശക്തിയെ കണ്ടിട്ട് അവിടെ പറയുന്നുണ്ട്, ഇവിടെ ഒരു ദേവനാണോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് അവിടെയുണ്ട്. പക്ഷെ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ കണ്ടിട്ട് അവർ തന്നെ, നിന്നോട് കുറ്റം പറഞ്ഞവർ തന്നെ മറുത്തു പറയാനിടയാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇവനൊരു ദേവനാണെന്ന ക്വസ്റ്റ്യൻ അവിടെ വരുവാനിടയായി. അത് മാത്രമല്ല, പിപ്പിള്ളിയോസിന്റെ അപ്പൻ ദീനമായി കിടന്നപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ആ പ്രമാണിയെ അവിടെ കൊണ്ടുപോയിട്ട് അവന് വേണ്ടതൊക്കെയും അവിടെ സൗഖ്യം കൊടുത്തു. അനേക രോഗികൾ അവിടെ വന്ന് പൗലോസിന്റെ കീഴിൽ സൗഖ്യമാകുവാനിടയായി. അവിടെ ഒരിക്കലും അൺകൈൻഡ്നെസ് പീപ്പിൾ ആയ മനുഷ്യർ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവരുടെ യാത്രയ്ക്കുള്ള അവർക്ക് വേണ്ട റേഷൻ, അവർ പോകേണ്ട കാര്യങ്ങൾ നിങ്ങൾ അധ്യായം വായിച്ചാൽ മനസ്സിലാകും. അതൊക്കെ ആ അൺകൈൻഡ്നെസ് ആയ പീപ്പിൾ ചെയ്തു കൊടുക്കുവാനിടയായി. എന്റെ ശ്രദ്ധ ഇതാണ്, പലപ്പോഴും നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകണം, നിന്റെ കയ്യിലെ ദൈവപ്രവൃത്തി, നിന്റെ ജീവിതത്തിന്റെ രീതി, നിന്നിലുള്ള ആത്മാവിന്റെ ശക്തി, അത് അനേകരിലേക്ക് അത് വെളിപ്പെടുവാൻ, അനേകർ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ, അനേകർ നിന്നെ പരിഹസിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലവും അനേകർ നിന്ദിക്കുന്ന സ്ഥാനത്ത് നിന്നെ മാനിക്കുവാൻ, ദൈവസന്നിധി നിന്നെ നിലനിർത്തുവാൻ, നീ മുടിഞ്ഞു പോകാൻ വേണ്ടിയല്ല, ജീവനോടെ നിന്ന യഹോവയ്ക്ക് സ്തുതി പാടേണ്ടതിന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ആത്മാവ് വിളിച്ചു പറയുക, നീ തകർന്നു പോകേണ്ട സ്ഥാനത്ത് നിന്നെ നിലനിർത്തിയിരിക്കുന്നത് നിന്നിലുള്ള ദൈവകൃപയാ.
നിന്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല ഇന്ന് പകൽക്കാലം നീ നിലനിൽക്കുന്നത്. ഈ ലോകത്ത് പലവിധമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് പകൽക്കാലം നീ നിലനിൽക്കുന്നത് നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയും ദൈവകൃപയും ഒന്നും കൊണ്ടാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ദൈവസന്നിധി താഴ്ത്തിരിക്കാം. അത് മാത്രമല്ല, അതിന് മുമ്പോട്ട് വരുമ്പോൾ കപ്പൽ പ്രമാണി ഈ കപ്പൽ തകർന്നപ്പോൾ അവർ വിചാരിച്ചു ഈ വന്ന അടിമകളെയൊക്കെ കൊന്നു കളയണം എന്ന് വിചാരിച്ചവരാ. കൊന്നു കളയണമെന്ന് വിചാരിച്ചു. നമ്മൾ വായിച്ച അധ്യായം വായിച്ച് ഞാൻ ഓടിച്ചു പോവുക. കൊന്നു കളയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഉണ്ടല്ലോ അവിടെയും ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഒരു കപ്പൽ പ്രമാണി, അവിടെ ഒരു ആ ശതാധിപന് പൗലോസിനോട് ഇത് തോന്നിയത് കൊണ്ട് അങ്ങനെ സംഭവിക്കാനിടയായി. അങ്ങനെ ദൈവം അവനെ കൊണ്ട് തോന്നിപ്പിച്ചതാണ്. അത് മാത്രമല്ല, ആ ഒറ്റ പൗലോസ് 276 പേരല്ലേ ബസ് 276 പേര് സിസ്റ്റർ 276 പൗലോസ് ഉൾപ്പെടെ 267 പേരെ കണ്ട. അപ്പോൾ ആ 276 ആൾക്കാർക്കും വേണ്ട സകലതും പൗലോസ് മുഖാന്തരം ആ സ്തോത്രം അൺകൈൻഡ്നെസ് പീപ്പിൾ എന്ന ചിന്ത ഏതാ? അവർക്ക് അവനെ കൊല്ലുവാൻ തീരുമാനിച്ചവരുടെ മധ്യത്തിൽ, അവനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ശതാധിപന്മാരുടെ മധ്യത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, അവൻ അവിടെ ചെന്നപ്പോൾ അവൻ ചത്തു വീഴുമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ബർബറന്മാരുടെ മധ്യത്തിൽ, അവർ തന്നെ അവനെ കൊല്ലുവാൻ പ്രാപിച്ചവരുടെ മധ്യത്തിൽ അവന് വേണ്ടി പൗലോസ് ഒറ്റ ഒരുത്തൻ മുഖാന്തരം ഹല്ലേലൂയ സ്തോത്രം അവർക്ക് വേണ്ടതൊക്കെയും ലഭിക്കുകയും അവരുടെ മടക്ക യാത്രയ്ക്കുള്ളതൊക്കെയും ലഭിക്കുവാനിടയായി. അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കാന്ന് വിചാരിക്കരുത്. ഇന്ന് പകൽക്കാലമോ ദൈവസന്നിധിയിൽ നീ നിന്റെ ആത്മാവിനെ ഒന്ന് പുതുക്കിയ ദൈവസന്നിധിയിൽ താണിരുന്നു കഴിഞ്ഞാൽ ആത്മാവ് പറയുക, നിനക്ക് വേണ്ടി ഞാൻ അല്ലെങ്കിൽ ചില മരുഭൂമികൾ നീരുറവ തുറക്കും, നിർജ്ജന പ്രദേശത്ത് വഴികളെ തുറക്കുന്ന ദൈവമാ. അതുകൊണ്ട് നീ മുഖാന്തരം അനേകർ ദൈവത്തെ കാണുവാനിടയാകും, അനേകർ ദൈവസന്നിധിയിൽ വരുവാനിടയാകും. ഇന്ന് പകൽക്കാലമോ മറ്റുള്ളവരെ കണ്ട് ജീവിക്കാതെ ദൈവസന്നിധിയിൽ പൗലോസിനെ പോലെ നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മശക്തിയെ പകർന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പോരാടുവാൻ, നമ്മൾക്കെതിരെ വരുന്ന പ്രതികൂലത്തെ നമ്മൾ കണ്ട് മടുത്തു പോകാതെ, ഹല്ലേലൂയ പൗലോസേ, നീ നാളെ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതെന്ന് ദൂതൻ അവനോട് ആലോചന പറഞ്ഞത്. അതുകൊണ്ട് നിനക്കെതിരെ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ കർത്താവ് നിന്നോട് പറഞ്ഞ ആലോചനയെ നീ വിട്ടുമാറരുത്. അതാണ് പറഞ്ഞത്, പൗലോസേ ഹല്ലേലൂയ സ്തോത്രം, നീ നാളെ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാ. അതുകൊണ്ട് നിനക്കെതിരെ ശത്രു തൂകി വിളിക്കുമ്പോൾ പോരാടുമ്പോൾ നീ ആലോചിച്ചോണം, നിന്നോട് വാഗ്ദത്തം പറഞ്ഞവൻ മനുഷ്യനല്ല ദൈവമാ.